Capsule 4.0 ആക്ച്വലി നമ്മുടെ DOPA നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ AIIMS സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. അപ്പോൾ നമ്മുടെ ഒരു മെറ്റീരിയൽ കൊണ്ട് ആക്ച്വലി വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയല്ലോ, നമ്മൾ Capsule 4.0 ആക്ച്വലി നമ്മുടെ DOPA നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു നീറ്റ് കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കാണുന്നതിന് മുന്നേ തന്നെ കുറേ PG ഡോക്ടേഴ്സിനെ കൂടെ കണ്ടല്ലേ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആക്ച്വലി പ്ലാൻഡ് അല്ലാണ്ട് വന്നായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ അവരെ കുറേ 2 പേരെ 3 പേരൊക്കെ കണ്ടു. അവരൊക്കെ എയിംസിലേക്ക് എത്താൻ നമ്മുടെ ഇതിൻ്റെ മുന്നിൽ നിന്നുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അവർ പറയാറുണ്ട് ഇൻസ്പയറിംഗ് ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ അതിനൊക്കെ നമ്മൾ UGയിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തൊരു മെറ്റീരിയലാണ് ക്യാപ്സ്യൂൾ. സോ ഈ വർഷത്തെ കുട്ടികൾക്ക് റിവൈസ് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഫുൾ കോപ്പി ഇല്ല, ഒരു എന്താ പറയുക, ഒരു മിനി സൈസ് ഞങ്ങൾ എടുത്തതാണ്. അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. നോക്കി നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിൻ്റെ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയ ഒരു കോപ്പിയാണ്. വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ടോപ്പേഴ്സും സബ്ജക്റ്റ് എക്സ്പേർട്സും ഒക്കെ എഴുതിയ, എന്തിനാണ് ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സ്യൂളും അവരെ പ്രോപ്പർലി റിവൈസ് ചെയ്യാനും, അപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനഫ് ടൈം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നന്നായി സ്കോർ ചെയ്യാൻ. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ക്യാപ്സ്യൂൾ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ കാലിക്കറ്റും തൃശ്ശൂരൊക്കെ കയറിയ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അന്ന് ടൈമും ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ക്രാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 1 month ഒക്കെ ഉണ്ടാവുക. അപ്പം എന്താണ് ഈ ഒരു ക്യാപ്സ്യൂൾ നോക്കിയ സമയത്ത് നിങ്ങളെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ? ഓക്കെ, 1-2 ചാപ്റ്റേഴ്സ് ഒക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ്, നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ, ബയോളജിയാണ് ഇതിൽ വരുന്നത്. നോക്കി പരിചയമുണ്ടോ ഇതൊക്കെ? വെരി റീസെൻ്റ്ലി കണ്ടൊരു ഇൻഫോർമേഷൻ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഒഴിയില്ല കേട്ടോ, കുറച്ച് ഒരു 1-2 വർഷം നിങ്ങൾക്ക് ഇതിലൊക്കെ നന്നായി ക്ലാസ് എടുക്കാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ക്ലാസ്സോ ടീച്ചിങ്ങോ മെൻറ്ററിങ്ങോ ഒന്നും ചെയ്തുകൂടായിരുന്നോ? ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലത്ത് 1-2 വർഷത്തെ ഞങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതിൽ പോലീസായി എന്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടോ? എന്താണ് അവസ്ഥ? ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് ഇഷ്ടമാണ്. ഓർഗാനിക്കിൽ പുതിയ റിയാക്ഷനും മെക്കാനിസം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെ നോക്കാറുണ്ട്. ഐസോമേഴ്സ് ഏതാ എക്സ്പേർട്ട് ആയതിലാണ്? ഇത് കുറച്ചുകൂടി ഒരു മെക്കാനിസം ഓറിയന്റഡ് ആയതുകൊണ്ട്. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് കമന്റ് ചെയ്യും. എക്സാമിന് അടുപ്പിച്ചൊക്കെ ആവുമ്പോൾ നമുക്ക് എന്തായാലും ഫുൾ ആദ്യം വായിക്കാൻ സമയം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെരി സീരിയസ്ലി അതിൻ്റെ മുന്നേ തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം. നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഫുൾ പാക്കഡായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഒരു പുതിയ മെറ്റീരിയലിലേക്ക് അവസാനം പോകുക എന്നുള്ള കാര്യം എന്തായാലും ചെയ്യാൻ പാടില്ല. പക്ഷേ ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവും. അത് ഫുൾ ഫ്ലഡ്സിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാപ്സുലേറ്റഡ് മെറ്റീരിയൽ അതിന് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അന്ന് 96 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 84 ആണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താണോ ഒരു വർഷത്തോളം പഠിച്ചത് അത് ചെയ്യുക. പുതിയ അവസാനത്തേക്ക് വേറെ മെറ്റീരിയലേക്കൊന്നും പോകാനില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ അഭിപ്രായം? എന്താണ് പുതിയ കണ്ടന്റിലേക്കൊന്നും മൂവ് ചെയ്യുന്നത്? പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ക്യാപ്സുലേറ്റഡ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് +2 പഠിക്കുന്ന, സ്പെഷ്യലി +2 പഠിക്കുന്ന പിള്ളേർ ഇൻ ബിറ്റ്വീൻ പ്രിപ്പറേഷൻ സ്റ്റെക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത്. സ്റ്റിൽ നന്നായി പോകും.